ഒക്കെ വലിയ ഗുണങ്ങളാണ് തന്നെക്കുറിച്ച് പറയുവാനുള്ളത് എന്ന്. തൻ്റെ സമയവും സമ്പത്തും താലന്തുകളെല്ലാം തന്നെ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. നമ്മൾ പലരും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരും എന്നെ കേൾക്കുന്നവർ പലരും കുറച്ചൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കാം. എന്നാൽ തൻ്റെ സമയവും തൻ്റെ സമ്പത്തും തൻ്റെ താലന്തുകൾ മുഴുവനും കർത്താവിന് വേണ്ടി വിനിയോഗിച്ച ഒരു ദൈവദാസനായിരുന്നു താനെന്ന് പറയുന്നതിന് സംശയമില്ല. താന് വെല്ലൂർ ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഞാൻ പല പ്രാവശ്യം പോകുവാനും ഞാനും അവിടെ ആയിരുന്നു. അപ്പോൾ പോകുവാനും കാണുവാനും ഒക്കെ സാധിച്ചു. ഞങ്ങൾ തിരിച്ചു പോരുന്നതിന് തലേ ദിവസം പോയി കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അന്നേരം നല്ല ആരോഗ്യവാനായിട്ട് നല്ല സന്തോഷമുള്ളവനായിട്ട് നർമ്മങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള സംസാരങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം ചെലവഴിച്ചു. അവസാനം പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഭീതിയെ വിളിച്ചു പറഞ്ഞു, അടുത്തിരിപ്പുണ്ടായിരുന്നു, പറഞ്ഞു ആ 2 പുസ്തകം സദൃശവാക്യങ്ങളുടെ വ്യാഖ്യാനം എടുത്തു കൊടുക്കുക. ഞാൻ ചോദിച്ചു എത്ര രൂപയാണ് അതിൻ്റെ വില? അല്ല, ഇത് ബ്രദറിന് കോംപ്ലിമെന്ററി ആണ്. ഞാൻ പറഞ്ഞു കോംപ്ലിമെന്ററി ആണെങ്കിൽ 1 മതി, എനിക്ക് 2 വേണ്ട. അല്ല സഹോദരൻ, ഇത് 2ഉം കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചേൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വെല്ലൂർക്ക് പോയി. തിരിച്ചു വന്നപ്പോഴത്തേന് TMML ഹോസ്പിറ്റലിൽ ആയിരുന്നു. അവിടെയും ചെന്നപ്പോൾ ഇളയ മകൻ വിജോയ് വിളിച്ചു, ഉപ്പാ ഈ വന്നതാരാണെന്ന് നോക്ക, കണ്ണടച്ച് കിടക്കുകയായിരുന്നു. ഉടനെ കണ്ടപ്പോൾ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് കൈപൊക്കി കൈ തന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് പിരിഞ്ഞു. ഞാൻ വീട്ടിൽ പറയാതായിരുന്നു ടൗണിലോട്ട് ഇറങ്ങിയത്. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, എൻ്റെ ഭാര്യയോട് ഞാൻ എം.ഇ. തോമസ് ബ്രദറിനെ പോയി കണ്ടു എന്ന്. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വളരെ നിർബന്ധം, എനിക്കും പോയി കാണണം. അവിടെ ആണെങ്കിൽ എഴുതി വച്ചിരിക്കുന്നത് വിസിറ്റേഴ്സ് റെസ്ട്രിക്റ്റഡ് എന്നാണ്. അവിടെ കണ്ടത് എന്താണ്? ഞങ്ങൾ 2 പേരും വീണ്ടും വന്നു. അപ്പോഴും താൻ കണ്ണു തുറന്നു 2 പേരുടെയും കയ്യെ പിടിച്ച് സംസാരിച്ചു. എനിക്ക് കുറവുണ്ട് എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്ത് പോയപ്പോൾ രാത്രിയിൽ 1:15 അഭി വിളിച്ചു പറയുന്നത് ആ പപ്പായ്ക്ക് ഇച്ചിരി കൂടുതലാണെന്ന്. പിന്നെയും വിളിച്ചത് ആ ദുഃഖവാർത്തയാണ് അറിഞ്ഞത്. പ്രിയപ്പെട്ടവരുടെ വേർപാട് ദുഃഖമുളവാക്കുന്നതാണ്. എന്നാൽ വിശ്വാസിക്ക് പ്രത്യാശയുണ്ട്. അതാണ് വിശ്വാസിയുടെ പ്രത്യാശ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. വിശ്വാസിയുടെ മരണത്തിന് 3 പ്രത്യേകതകളുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. തൻ്റെ ഭക്തന്മാരുടെ മരണം വിലയേറിയതാണ്. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങിയവരാണ് നാം ഓരോരുത്തരും വിശ്വാസികളായിട്ടുള്ളവർ. അതുകൊണ്ടാണ്. 2ാമത്തെ കാര്യം നാം കാണുന്നത്, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. വിശ്വാസിയുടെ മരണം ഭാഗ്യമരണമാണ്. കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവിൽ ജനിക്കണം, കർത്താവിൽ ജീവിക്കണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളിതുവരെയും കർത്താവിൽ വിശ്വസിച്ച് ദൈവമക്കളായിട്ടില്ലെങ്കിൽ ഇന്നതിന് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പ്രത്യാശ ദൈവമക്കൾക്കുണ്ട്. കാരണം ഈ സഹോദരനെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ കാണുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള പ്രത്യാശയാണ് ദൈവമക്കളായ എല്ലാവർക്കും. 3ാമത്, വിശ്വാസിയുടെ മരണത്തിലുള്ള പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അത് ലാഭമാണ്. പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. അമർത്യമായത് ലഭിക്കുന്നു, മർത്യമായത് പോയി അമർത്യമായത് ലഭിക്കുന്നു. മൺമയമായി പോയത് വിൺമയമായത് കിട്ടുന്നു, തേജസ്കരിക്കപ്പെട്ടത് കിട്ടുന്നു. അതായത് അവിടെ രോഗമില്ല, കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. അവിടെ രോഗമില്ല, ദുഃഖമില്ല, പ്രയാസങ്ങളില്ല, കണ്ണുനീരില്ല. നമുക്ക് ആ കർത്താവിന്റെ ദാസനെ കാണാമെന്നുള്ള പ്രത്യാശ എന്നിരിക്കുക സ്തോത്രം ചെയ്യുന്നു. സർവകൃപാലുവായ ദൈവം, സർവാശ്വാസത്തിന്റെയും ഉടയവനായ ദൈവം, ആ ദൈവിക സമാധാനത്താല്, സർവബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്താല് ഈ കുടുംബത്തിലുള്ള പ്രിയ സഹോദരിയെയും കുഞ്ഞുങ്ങളെയും അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ദുഃഖം അവരോട് ഈ സമയം ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാനും
അബിയും ഫീബിയും ഒക്കെ നിൽക്കുന്ന ആ ടീമം ബ്രദറിൻ അസംബ്ലിയുടെ നാമത്തിലുള്ള ദുഃഖവും ഞാൻ ഈ സമയം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ പീറ്റർ കുട്ടി കോഴിക്കോട്ട് നിന്ന് വന്നിട്ടുണ്ട്. 3 മിനിറ്റിൽ താഴെ ഉള്ള സമയം കൊണ്ട് അല്പം ചില വാക്കുകൾ പറയും. അതിനുശേഷം പ്രിയ ജെയിംസ് ചില നാളുകൾ കോയമ്പത്തൂർ ആയിരുന്നു. അവിടെ ശുശ്രൂഷകളിലും പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നപ്പോൾ തന്നോടടുത്ത് ഇടപെട്ട താൻ കടന്നുപോയ സഭയിലെ ഒക്കെയായ അനേക പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട്. അതിൽ ഒരാൾ പീറ്റർ കുട്ടിച്ചതിനു ശേഷം ബ്രദർ ജോർജ് സക്കറിയ മുൻപോട്ട് വരികയും അല്പം ചില വാക്കുകൾ പറയുകയും ചെയ്യുന്നതാണ്. പ്രിയ ദേവദാസനും ഞാനുമായിട്ട് ഒരു 3-4 പതിറ്റാണ്ട് കാലമായി പരിചയമുണ്ട്. താൻ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ മലബാറിലായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിൻ്റെ വേലക്കാർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ബന്ധപ്പെടുവാനും പരിചയപ്പെടുവാനുമൊക്കെ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോരുന്നതിനിടയിൽ ഞങ്ങൾ അടുത്ത കാലത്ത് എൻ്റെ മൂത്ത മകളെ വിവാഹം കഴിച്ച വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ കുഞ്ഞാവ എമ്മി തോമസിൻ്റെ മകളെയും വിവാഹം കഴിച്ചു. അങ്ങനെ ഒരു വീട്ടിൽ അവർ മക്കളെ ജ്യേഷ്ഠത്തി അനുജത്തിമാരായി തീരുവാനും ഇടയായി. ഞങ്ങൾ വളരെ ബന്ധത്തിലും സന്തോഷത്തിലും കഴിഞ്ഞുകൂടുകയായിരുന്നു. ഇതിനിടയിൽ തനിക്ക് സുഖമില്ലാതെ വന്നു. ഞാൻ അടൂർ വെച്ച് കാണുന്നതിനിടയായി. എന്നാൽ ഈ അടുത്ത സമയത്ത് ഇവിടെ അങ്കമാലിയിൽ ഒരു മരണത്തോടുള്ള ബന്ധത്തിൽ, അത് എൻ്റെ ഒരു ബന്ധുക്കാരിയാണ്, അതിനുള്ള ബന്ധത്തിൽ ഒരു 2 ആഴ്ച മുമ്പ് വരുമ്പോൾ 3 ആഴ്ച മുമ്പ് വരുമ്പോൾ ജെയിംസ് പറഞ്ഞു വെല്ലൂരാണുള്ളത്, ഇങ്ങനെ ഇരിക്കുന്നുവെന്ന്. എന്നാൽ ഈ അടുത്ത ദിവസം അറിയാനിടയായി തിരുവല്ല മെഡിക്കൽ മിഷനിൽ ആണുള്ളത് എന്ന്. അവിടെ പോയി അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഞാനും ഭാര്യയും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. നാളെ പോകാനായിട്ടാണ് ഇരുന്നത്. 13-ാം തീയതി കോഴിക്കോട് സഭാ ഹാളിൽ വെച്ച് നടന്ന ഒരു മീറ്റിങ്ങിൽ പ്രൊഫസർ പി സ്കറിയ സാർ ഞാനുമായിട്ട് ഈ കാര്യം സംസാരിച്ചു. അദ്ദേഹം സുഖമില്ലാതിരിക്കുകയാണ്. അദ്ദേഹത്തിനും കണ്ടാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. ഈ മാസം 22-ാം തീയതി അദ്ദേഹത്തിനൊരു ചെക്കപ്പുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൗണ്ട് എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഇതിനോടിടയിലൊന്ന് പോവുകയാണ്, പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷകരമായിട്ട് അദ്ദേഹവും ഇരിക്കുകയാണ്. അപ്പോഴാണ് ജെയിംസ് വിളിച്ച് ഈ കാര്യങ്ങൾ അറിയുന്നതിനിടയായത്. അങ്ങനെ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് തിരിച്ചു. ഇന്ന് രാവിലെ ഇവിടെ കടന്നു വരുവാനും ഈ നിലകളിൽ തൻ്റെതായിരിക്കുന്ന അന്ത്യയാത്രയുള്ള ബന്ധത്തിൽ ഇവിടെ അയപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ വേലക്കാര് എന്നുള്ളതായിരിക്കുന്ന നിലയിൽ താൻ കർത്താവിൻ്റെ വേല അന്ത്യസമയം വരെയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സദൃശവാക്യത്തിൻ്റെ 66-ാമത്തെ വ്യാഖ്യാനം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കണ്ടു. സ്കറിയ സാറും ആ കാര്യം പറഞ്ഞു. ഞങ്ങൾ വളരെ ചിരിക്കുകയും ചെയ്തു. ആ നിലയിൽ വളരെ സമയം ചെലവഴിച്ച് വളരെ കഠിനാധ്വാനം ചെയ്ത് താൻ കർത്താവിൻ്റെ വയലിലായിരുന്നു, കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. തനിക്ക് യാതൊരു നിലയിലും ആ കാര്യത്തിലൊരു മനസാക്ഷി കുത്തില്ലാത്തതായിരിക്കുന്ന നിലയിൽ താൻ പ്രവർത്തിച്ച് ഇപ്പോൾ തൻ്റെതായിരിക്കുന്ന നിത്യതയിലേക്ക് വിശ്രമത്തിന് വേണ്ടി കടന്നുപോയിരിക്കുകയാണ്. കർത്താവ് വരുമ്പോൾ തനിക്ക് വെച്ചിരിക്കുന്ന നല്ല പ്രതിഫലം തനിക്ക് ലഭിക്കും എന്നുള്ളതിന് യാതൊരു പക്ഷാന്തരവും ഇല്ലാത്തായിരിക്കുന്ന അവസ്ഥയിലാണ് താൻ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് ഞാൻ ഈ സമയത്ത് സ്മരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും കോഴിക്കോട് സഭയുടെയും
അനുശോചനം ഈ സമയത്ത് നേർന്നുകൊണ്ട് ഞാനിതിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോർജ് സക്കറിയ ഫ്രം കോയമ്പത്തൂർ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രിയ സഹോദരൻ ബോംബെയിൽ ആയിരുന്ന കാലത്ത് ഞാനും ബോംബെയിലുണ്ടായിരുന്നു. 73 കർത്താവിൻ്റെ വേലയ്ക്കായി വേർതിരിഞ്ഞപ്പോൾ ഞാൻ ആ സ്ഥലത്തുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയി. അതിനുശേഷം 3 മാസം കഴിഞ്ഞ് ഞാൻ ഗൾഫിലേക്ക് പോയി. അങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള കോണ്ടാക്ട്സേ ഉള്ളായിരുന്നുള്ളൂ. എന്നാൽ 90-ൽ പ്രിയ സഹോദരൻ ഗൾഫിൽ വന്നപ്പോൾ നല്ല ബന്ധത്തോടുകൂടി ആ കാര്യങ്ങളിലൊക്കെ ഇടപെടുവാൻ കഴിഞ്ഞു. കർത്താവ് ഈ പ്രിയ സഹോദരനെ എടുത്ത് അധികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് സന്തോഷിച്ച കൂട്ടത്തിലാണ് ബോംബെയിൽ ആ സമയത്ത്. തൻ്റെ ശുശ്രൂഷ താൻ തികച്ചു തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. എനിക്ക് നല്ല ഓർമ്മകളും നല്ല കാര്യങ്ങളുമേ പറയുവാനുള്ളൂ. അങ്ങനെ അതിലെല്ലാം ഉപരിയായി പിന്നെ ജെയിംസ് കോയമ്പത്തൂരിലേക്ക് വന്നപ്പോൾ